ജി എസ് ടിയിലെ കോമ്പോസിഷൻ സ്കീം ഒട്ടിത്തിരിക്കുന്ന ബിസിനസ് എങ്ങനെയാണ് സോഹോ ബുക്സിൽ അവരുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ജി എസ് ടിന്റെ കംപ്ലയൻസ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ടാക്സ് ഫയലിംഗ്സ് ഒക്കെ ഈസി ആക്കാനുമാണ് 1.5 ടേൺ ഓവറിൽ താഴെയുള്ളവർക്ക് ഈ കോമ്പോസിഷൻ സ്കീം എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ജി എസ് ടി നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ടാക്സിൻ്റെ അണ്ടറിലുള്ള ജി എസ് ടി സെറ്റിംഗ്സിൽ വന്നിട്ട് നമ്മുടെ ജി എസ് ടി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈസ് മൈ ബിസിനസ് രജിസ്റ്റേർഡ് ഫോർ കോമ്പോസിഷൻ സ്കീം എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. ദെൻ നമ്മുടെ ആ ഒരു ജി എസ് ടിൻ്റെ പെർസെൻറ്റേജ് നമ്മളിവിടെ കൊടുക്കുന്നു. ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നത് 1% ഫോർ ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്നുള്ള ആ ഒരു പെർസെൻറ്റേജ് ആണ്. അതിനുശേഷം നമ്മളിവിടെ സേവ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ജി എസ് ടിൻ്റെ സെറ്റിങ്സ് അതനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നുണ്ടാവും. ഇപ്പം നമുക്കറിയാം, ഒരു കോമ്പോസിഷൻ സ്കീമിലുള്ളവർക്ക് പർച്ചേസിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. അതുപോലെ തന്നെ അവർ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ സെയിൽസ് വാല്യൂവിൻ്റെ 1% അവർ ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഔട്ട്പുട്ട് ടാക്സ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനോ സപ്ലയേഴ്സിൽ നിന്നുള്ള ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനോ ഉള്ള റൈറ്റ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് ആകെ ചെയ്യാനായിട്ട് പറ്റുന്നത് ടാക്സിന് ഒരു ഇംപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് 1% നമ്മൾ ടാക്സ് പേയബിൾ ആയിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം.